ഇനി നമ്മൾ വിന്ധ്യനപ്പുറത്തേക്ക് പോവുകയാണ്. 1949 ദുലാരി എന്ന ഹിന്ദി സിനിമയുടെ മ്യൂസിക് റെക്കോർഡിംഗ് നടക്കുന്നു. ഷക്കീൽ ബദായൂനിയുടെ വരികളാണ്. സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ഇന്ത്യൻ സിനിമാ സംഗീതത്തിൻ്റെ പാട്രിയാർ കുലപതി. അവർ 10 പാട്ടുകൾ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം അവർക്ക് ഒരു പ്രേമഗാനത്തിന് ഒരു പുരുഷ ശബ്ദം വേണം. അപ്പോൾ സംഗീത സംവിധായകന് തോന്നി നമുക്ക് അധികം പ്രശസ്തനല്ലാത്ത ഒരു യുവ ഗായകനെ കൊണ്ട് പാടിപ്പിക്കാം. അങ്ങനെ അന്ന് താരതമ്യേന അപ്രശസ്തനായ ഒരു യുവ ഗായകനെ ആ പാട്ട് പാടാൻ വേണ്ടിയിട്ട് വിളിച്ചു. അദ്ദേഹം വന്നു. അദ്ദേഹത്തോട് ആദ്യം തന്നെ സംഗീത സംവിധായകൻ പറഞ്ഞു, ആ സൈഗാളിനെ അങ്ങ് പുറത്തിടുക. കാരണം ഈ ഗായകന് സൈഗാളിൻ്റെ ഒരു സ്വാധീനം അദ്ദേഹത്തിൻ്റെ ആലാപനത്തിൽ അന്നുണ്ടായിരുന്നു. അങ്ങനെ റിഹേഴ്സൽ തുടങ്ങി. 5 ദിവസം നീണ്ടുനിന്ന റിഹേഴ്സൽ. അന്ന് 1949 5 വാദ്യോപകരണങ്ങൾ മാത്രം. ഒരു സ്പാനിഷ് ഗിറ്റാർ, ഒരു വയലിൻ, ഒരു തബല, ഒരു ടെമ്പിൾ ബ്ലോക്ക്, പിന്നെ ഒരു ബാൻസുരി. അങ്ങനെ 5 വാദ്യോപകരണങ്ങൾ മാത്രമായി 5 ദിവസത്തെ റിഹേഴ്സൽ. അത് കഴിഞ്ഞ് അവർ പാട്ട് റെക്കോർഡ് ചെയ്തു. 3 ടേക്കിൽ സംഗീത സംവിധായകൻ ഹാപ്പിയായി. അദ്ദേഹം ഓക്കെ പറഞ്ഞു. എന്നാൽ പിറ്റേ ദിവസം രാവിലെ ഈ സംഗീത സംവിധായകൻ്റെ മുറ്റത്ത് വന്ന് ഗായകൻ കരച്ചിൽ തുടങ്ങി. നിങ്ങൾ പറഞ്ഞ ആ ഒരു ഭാവം കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞില്ലെന്ന് തോന്നുന്നു, നമുക്ക് ഒന്നുകൂടി പാടാം. അപ്പോൾ സംഗീത സംവിധായകൻ ആദ്യം ചോദിച്ചു, അത് വേണോ? ഞാൻ ഹാപ്പിയാണ്. ഇല്ല സാർ, ഒന്നുകൂടെ നമുക്ക് റെക്കോർഡ് ചെയ്താൽ ഇതിനേക്കാളും നന്നാക്കാം. അപ്പോൾ ഗായകൻ്റെ ഉത്സാഹം കണ്ടപ്പോൾ സംഗീത സംവിധായകനും വളരെ സന്തോഷമായി. അദ്ദേഹം നിർമ്മാതാവിനോട് പറഞ്ഞ് സമ്മതം വാങ്ങി. അതിനുശേഷം അദ്ദേഹത്തിനൊരു ആശയം മനസ്സിലുദിച്ചു. അങ്ങനെ ബോംബെയിൽ നിന്നും വളരെ അകലെ ഒരു വനപ്രദേശത്ത് വെച്ച് രാത്രി സമയത്ത് അവർ ആ പാട്ട് വീണ്ടും റെക്കോർഡ് ചെയ്തു. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും ഒരു വനത്തിൽ വെച്ച് റെക്കോർഡ് ചെയ്ത ഗാനം സുഹാനി രാത് ദൽ ചുക്കി നാ ജാനെ തും കബാവുകെ. 75 വർഷങ്ങൾക്കിപ്പുറവും മരണമില്ലാതെ നിൽക്കുന്ന ഗാനം. ആ ഗായകൻ ആരാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മുഹമ്മദ് റഫി സാഹിബ്. പക്ഷെ ആ സംഗീത സംവിധായകൻ ആരാണെന്ന് നിങ്ങൾക്കറിയണം. ഇന്ത്യൻ സിനിമാ സംഗീതത്തിലെ പാട്രിയാർ കുലപതി, ദ ഗ്രേറ്റ് നൗഷാദ് അലി, നൗഷാദ് സാബ് എന്ന് നമ്മൾ ആദരപൂർവം പറയും. ഒരേ സമയം MS വിശ്വനാഥനും ദേവരാജൻ മാസ്റ്ററും KV മഹാദേവനും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സംഗീത സംവിധായകനുണ്ടെങ്കിൽ അതിന് നൗഷാദ് സാബായിരിക്കും. ദ ക്രിയേറ്റർ ഓഫ് എറ്റേണൽ മെലഡീസ്, ഓ ദുനിയാ കെ രഖ്വാലെ, സുഹാനി രാത് ദൽ ചുക്കി, പ്യാർ കിയാ തോ ഡർനാ ക്യാ പോലെയുള്ള മരണമില്ലാത്ത ഗാനങ്ങളുടെ സൃഷ്ടാവ്. 1940 തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ സംഗീത സബര്യ. ഏതാണ്ട് 60 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന സംഗീത സബര്യ. ഈ സമയത്തിനുള്ളിൽ 60കളിലും 70കളിലും മലയാളത്തിലെ പ്രമുഖരായ പല നിർമ്മാതാക്കളും സംവിധായകരും അദ്ദേഹത്തെ മലയാളത്തിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി സംഗീതം ചെയ്യുവാൻ വേണ്ടി കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ 60 വർഷത്തെ സംഗീത ജീവിതത്തിൽ 100ൽ താഴെ സിനിമകൾക്ക് മാത്രമേ സംഗീതം നിർവഹിച്ചിട്ടുള്ളൂ. പക്ഷേ അതെല്ലാം ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്റേഴ്സും ചാർട്ട് ബസ്റ്റേഴ്സുമായിരുന്നു. അവസാനം 1988 സുഹാനി രാത് അദ്ദേഹം റെക്കോർഡ് ചെയ്ത് 39 വർഷങ്ങൾക്ക് ശേഷം, അദ്ദേഹത്തിൻ്റെ സംഗീത സബര്യ തുടങ്ങി 48 വർഷങ്ങൾക്ക് ശേഷം നൗഷാദ് സാബിനെ നമ്മൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു. 1988 ധ്വനി എന്ന സിനിമയ്ക്ക് വേണ്ടി നൗഷാദ് സാബ് വന്നു. യൂസഫ് അലി കേച്ചേരിയുടെ വരികളിൽ നൗഷാദ് സാബ് തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ട് തിരിച്ചുപോയി. ഒരേ ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് നൗഷാദ് സാബ് മലയാളത്തിൽ സംഗീതം നിർവഹിച്ചിട്ടുള്ളൂ. പക്ഷേ എന്തിനധികം ആ ഒരൊറ്റ സിനിമ മാത്രം മതി. ആ പാട്ടുകളിലേക്ക് നമുക്ക് ഇനി വീണ്ടും തിരിച്ചു വരാം. അതിലെ ഒരു പാട്ട് മാത്രം, മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തിയെന്ന ആ മഹാഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നു മണികണ്ഠദാസ്. ദോഹയുടെ പ്രിയപ്പെട്ട ഗായകനാണ്.
അദ്ദേഹം എറണാകുളം കാക്കനാട് സ്വദേശിയാണ്. 2008 മുതൽ 2011 വരെ എത്രയോ മലയാളം സിനിമാ ഗാനങ്ങൾക്ക് അദ്ദേഹം ട്രാക്ക് പാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ 2008 ഫസ്റ്റ് സീസണിലെ ആദ്യത്തെ സംപ്രേഷണം മണിയുടെ പാട്ടുകൾ, മണിയുടെ മുഖമാണ് അവർ ആദ്യമായി സംപ്രേഷണം ചെയ്തത്. ഓവർ ടു യു മണി. താങ്ക് യു ഡോക്ടർ. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി. വേദിക പണിതുയർത്തി. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. രാഘവതീ നിൻ രമ്യശരീരം രാജിതഹാരം മാനധസാരം. വാക്കുനു ചൊല്ലി വിൺമലർവല്ലി ദേവദുകൂലം മഞ്ജുകബൂലം. പാലും തേനും എന്തിനു വേറെ ദേവി നീ മൊഴിഞ്ഞാൽ. ദേവി നീ മൊഴിഞ്ഞാൽ. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. രൂപവതീ നിൻ മഞ്ജുളഹാസം വാരുളി വീശും മാധവമാസം. നീൾവിഴി നീട്ടും തൂലികയാൽ നീ പ്രാണനിലെഴുതി ഭാസുരകാവ്യം. നീ എൻ ചാരേ വന്ദനയുമ്പോൾ ഏതോ നിർവൃതി ഞാൻ. ഏതോ നിർവൃതി ഞാൻ. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി. പരി പരി
ഗമ പനി പനി സ ഗമ ഗമ പനി പനി സ ഗമ ഗമ പനി പനി സ. താങ്ക് യു. സൂപ്പർ സൂപ്പർ റെൻഡറിംഗ് മണി. എന്ത് മനോഹരമായ ഓർക്കസ്ട്രേഷനായിരുന്നു അല്ലേ? നൗഷാദ് സാബ് മുകളിൽ ഇരുന്നു കൊണ്ട് അഭിമാനപൂർവ്വം നമ്മുടെ ഓർക്കസ്ട്ര ടീമിനെ ഇപ്പോൾ നോക്കുന്നുണ്ടാവും. വൺസ് അഗൈൻ എ ബിഗ് അപ്ലോസ്, ബിഗ് അപ്ലോസ്.